ശാന്തമായി ഒഴുകുന്ന പന്ത്, അതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സ്പെയിൻ ഫുട്ബോളിന്റെ നിർവചനം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ആ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അത് അങ്ങനെ ഒഴുകി നടന്നു. മൈതാനത്തുള്ള 11 പേരും അതിന്റെ ദിശ നിർണയിച്ചു. ഒടുവിൽ മനോഹരമായി എതിർ പോസ്റ്റിന്റെ വലയിൽ അത് ചെന്നെത്തുവോളം പല കൈമാറ്റങ്ങളും നടന്നു. മുമ്പോട്ടും പിൻപോട്ടും അതുരുണ്ടു. ടിക്കി ടാക്ക എന്ന ഫുട്ബോളിലെ വേറിട്ട ശൈലിയിലൂടെ സ്പാനിഷുകാർ കിരീടങ്ങൾ എമ്പാടും നേടി. 2008 യൂറോ കപ്പും 2010 ലോകകപ്പും 2012 യൂറോ കപ്പും അതിൽ തിളക്കമുള്ളതായി. അക്കാലയളവിൽ ക്ലബ് ഫുട്ബോളിലും ടിക്കി ടാക്ക പരീക്ഷണങ്ങളുമായി സ്പാനിഷ് ക്ലബ്ബുകൾ നേട്ടം കൊയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എതിരാളികൾ ടിക്കി ടാക്കക്കുള്ള മറുമരുന്ന് കണ്ടുപിടിച്ചതോടെ അവർക്ക് അടിതെറ്റി. 2014 ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായ ടീം 2018 2022 ക്വാർട്ടറിൽ വീണു. കാലം മാറിയിട്ടും ടിക്കി ടാക്ക എന്ന ഫുട്ബോൾ ഫിലോസഫി മാറ്റില്ലെന്ന വാശിക്ക് കിട്ടിയ അടിയായിരുന്നു അത്. ലൂയിസ് ഡെലാ ഫുവന്റെ എത്തിയതോടെ ടിക്കി ടാക്കയെ എടുത്ത് പെട്ടിയിലാക്കി. വിമർശനങ്ങൾ ഏറെ നേരിട്ടെങ്കിലും 2024 യൂറോ കപ്പ് നേടിയതോടെ എതിർ ശബ്ദങ്ങൾ അണഞ്ഞു. പന്തിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ ഗോളുകൾ സ്കോർ ചെയ്യാനും ഒന്നിച്ച് പ്രതിരോധിക്കാനും ചുണയുള്ള സംഘം. ഗോളടിക്കാൻ മിനിമം 20 പാസെങ്കിലും പൂർത്തിയാക്കണമെന്ന് നിർബന്ധം പിടിച്ചെടുത്തു നിന്നും 3 പാസിൽ ഗോളായാൽ മതിയെന്ന് കരുതുന്ന പുതിയ സംഘം. കഴിഞ്ഞ ലോകകപ്പിൽ 70 മുകളിൽ ബോൾ പൊസിഷൻ വെച്ചിട്ടും തോറ്റു തൊപ്പിയിട്ട ടീമിനെ ഫുവന്റെ മാറ്റിപ്പണിഞ്ഞത് ഈ വിധമാണ്. ലമീൻ യമാൽ, നിക്കോ വില്യംസ്, ഫെറാൻ ടോറസ് തുടങ്ങി വേഗതയേറിയ താരങ്ങളുള്ള ഒരു ടീം എന്തിന് വെറുതെ പാസിംഗ് ഗെയിമിൽ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന് ഫുവന്റെ ചിന്തിച്ചതിന്റെ ഫലമാണ് ഈ മാറ്റം. യൂറോ കപ്പ് ജയിച്ച സ്പാനിഷ് സംഘത്തിലെ മിക്ക താരങ്ങളും ഡെലാ ഫുവന്റെയുടെ ഇത്തവണത്തെ ലോകകപ്പ് ടീമിലുണ്ട്. ഗോൾ കീപ്പർ ഉനായ് സിമോൺ, ഐമറിക് ലപ്പോട്ടെ, മാർക്ക് കുക്കുറേയ, റോഡ്രി, ഫാബിയൻ റൂയിസ്, ലമീൻ യമാൽ, ഡാനി ഒൽമോ, നിക്കോ വില്യംസ്, ഡേവിഡ് റയ, അലഹാൻഡ്രോ ഗ്രിമാൾഡോ, മാർട്ടിൻ സുബിമെന്റി, അലക്സ് ബയന, മിക്കൽ മെറീനോ, മൈക്കൽ ഒയർസബാൽ, ഫെറാൻ ടോറസ് എന്നിവരെല്ലാം ആ പട്ടികയിലുണ്ട്. അതിൽ പലരും സ്പെയിനിന്റെ യൂത്ത് ടീം കോച്ചായിരുന്ന കാലത്തു തന്നെ ഡെലാ ഫുവന്റെയുടെ കീഴിൽ കളിച്ചവരാണ്. ലോകകപ്പ് ടീമിൽ ഇത്തവണ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ ഒരൊറ്റ താരം പോലും ഇല്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഫുട്ബോൾ ലോകത്ത് ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ബാഴ്സലോണയുടെ 8 താരങ്ങളും ടീമിലുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത. ആഴ്സണൽ, അത്ലറ്റിക് ക്ലബ്ബ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവയിൽ നിന്ന് 3 വീതം താരങ്ങളും ടീമിലുണ്ട്. ടീമിന്റെ 92 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് റയൽ മാഡ്രിഡിൽ നിന്നുള്ള ഒരു താരം പോലും ലോകകപ്പ് ടീമിൽ ഇടം നേടാതിരിക്കുന്നത്. വിങ്ങർമാരായ യമാലും നിക്കോ വില്യംസുമാണ് ഫുവന്റെയുടെ തുറുപ്പുചീട്ടുകൾ. നിക്കോയുടെയും യമാലിന്റെയും മുന്നേറ്റം തടയുക എന്നത് എതിരാളികൾക്ക് കടുപ്പമാകും. നിലവിലെ 26 അംഗ സംഘത്തിൽ നിന്ന് ഫസ്റ്റ് 11 നിശ്ചയിക്കുക എന്നതാകും ഡെലാ ഫുവന്റെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഉനായ് സിമോൺ, ഡേവിഡ് റയ, ജോവാൻ ഗാർസിയ എന്നീ 3 ഗോൾ കീപ്പർമാരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കും? സെന്റർ ബാക്ക് പൊസിഷനിൽ ഐമറിക് ലപ്പോട്ടെ തന്നെയാകും കോച്ചിന്റെ പ്രഥമ പരിഗണന. ലപ്പോട്ടോയുടെ കൂട്ടിന് ആരാകുമെന്നതാണ് അടുത്ത തലവേദന. ബാഴ്സലോണയുടെ സെന്റർ ബാക്കായ പാവ് കുബാർസിയാണ് ഒരു ഓപ്ഷൻ. സെന്റർ ബാക്കായും ഫുൾ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും എല്ലാം കളിക്കാൻ സാധിക്കുന്ന ബാഴ്സയുടെ തന്നെ എറിക് ഗാർസിയയാണ് മറ്റൊരു ഓപ്ഷൻ. ലെഫ്റ്റ് ബാക്കായി മാർക്ക് കുക്കുറയെ അല്ലാതെ മറ്റൊരു താരത്തെ കുറിച്ച് കോച്ച് ചിന്തിക്കാൻ ഇടയില്ല. ഡെലാ ഫുവന്റെയുടെ ഫോർമേഷൻ മാറുന്നതിനനുസരിച്ച് ഡാനി ഒൽമോക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അവസരം ലഭിക്കും. വിങ്ങിലൂടെയുള്ള ആക്രമണത്തിന്റെ കടിഞ്ഞാൺ ലമീൻ യമാലിന്റെയും നിക്കോ വില്യംസിന്റെയും കൈകളിൽ ഭദ്രം. മൈക്കൽ ഒയർസബാലോ ഫെറാൻ ടോറസോ സ്ട്രൈക്കറായും വന്നേക്കും. ഏതായാലും മാറിയ ശൈലിയിൽ ഫലവും വന്നതോടെ ആരാധകർ പ്രതീക്ഷയിലാണ്. ആ പഴയ സ്പാനിഷ് ഫുട്ബോളിന്റെ സുവർണകാലം മടങ്ങിയെത്തുകയാണെന്ന പ്രതീക്ഷ. 2010 ശേഷം വീണ്ടും ഒരു കിരീടം ചൂടുമോ സ്പാനിഷ് സംഘം? കാത്തിരുന്നു കാണാം.